എനിക്ക് ബോംബെ സിറ്റി എന്ന് പറഞ്ഞാൽ ഫാഷൻ, ആ തിരക്ക് പിടിച്ചൊരു ഫാസ്റ്റ് ലൈഫ്, നൈറ്റ് ലൈഫ്, ഇതൊന്നും അല്ല. എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് രാത്രി 2 മണിയായാലും സ്ത്രീകൾ സഞ്ചരിക്കുന്നതും അവർക്ക് ഇഷ്ടമുള്ള വേഷം ഇടുന്നതും ഷോർട്ട്സ് ഇട്ട് പോകുന്നതും ഹാപ്പി ആയിട്ട് അവർ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള ആളെ നോക്കാത്ത ക്വാളിറ്റി അല്ല, അവരെത്രത്തോളം അവരെ ക്യാരി ചെയ്യുന്നു എന്നുള്ളത്. എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ അത് ചിലപ്പം ഒരു മെക്കാനിക്കലായിരിക്കാം, പക്ഷെ ആ മെക്കാനിക്കലും ഇന്നത്തെ കാലത്ത് വളരെ പോസിറ്റീവാണെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് ബോംബെന്ന് ആൾക്കാർ പറയുമ്പോൾ ഞാൻ ബോംബെന്ന് തന്നെ പറയട്ടെ, ഞാൻ മുംബൈ എന്ന് പറയാൻ എനിക്ക് അത് ഇഷ്ടമില്ല. ബോംബെ ഈസ് ലൈക്ക് എ ഫീലിംഗ് എന്ന് പറയും. സോ എനിക്ക് ഏറ്റവും ബോംബെ ഇഷ്ടം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ പോവാണ്, 1:30 ഒരു ബുക്ക് എടുത്ത് വായിക്കണം, ഒരു 2 മണി വരെ തുറക്കണം ഒരു കോഫി ഷോപ്പ്. പക്ഷെ എന്നെ ആരും ഒന്നാമത് വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല, എന്നാരും ഇറങ്ങിപ്പോവാൻ പറയില്ല. എനിക്ക് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ കിട്ടും, അല്ലെങ്കിൽ ടാക്സി, ക്യാബ് കിട്ടും, അല്ലെങ്കിൽ ട്രെയിനിലും. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ്. ഞാൻ രാത്രി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിന്, അത് ടൗൺ ശരിക്കില്ല ബോംബെ, അത് അന്തേരി വരെ പോവാൻ. അങ്ങനല്ലേ. അപ്പോൾ അവിടെ നിന്ന് പോവാൻ ഞാൻ 4 മണിക്കൊക്കെ തന്നെ പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് പിന്നിൽ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. വേറെ എല്ലാ സിറ്റിയിലും ഞാനൊന്ന് കോൺഷ്യസ് ആവും, ഞാൻ ഷാഡോസ് നോക്കും. ബോംബെയിൽ ഐ ഡോണ്ട് ഹാവ് ടു. അതാണ് എനിക്ക് ബോംബെനെ പറ്റി ഏറ്റവും ഇഷ്ടമുള്ളത്. എന്നുവെച്ചാൽ ഒരു ഇൻഡിപെൻഡൻസ്, നമ്മളെ മെയ്ഡപ്പ് ചെയ്ത സിറ്റിയോട് നമുക്ക് വല്ലാത്തൊരു പ്രണയം. നമ്മളെ സ്ട്രീറ്റ് സ്മാർട്ട് ആക്കും, നമ്മളെ ടഫ് ലെസൺസ് പഠിപ്പിക്കും, നമ്മളെ സ്വന്തം സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കും, ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിപ്പിക്കും, നമ്മുടെ വോയിസസിനെ മാറ്റർ ചെയ്ത് തുറന്ന് സംസാരിക്കാൻ പഠിപ്പിക്കും. എന്നുവെച്ചാൽ എസ്പെഷ്യലി ഞാനൊരു പ്രൊട്ടക്റ്റഡ് ഫാമിലിയാണ്, ഞങ്ങൾക്ക് സ്കൂളിൽ വരെ ഡ്രൈവറുണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് ബോംബെയിലാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ നോക്കണോ, അയ്യോ ഇങ്ങനെ നടന്നേ. ഇപ്പം എനിക്ക് ബ്ലൈൻഡേഴ്സ് ആണ്, ആരും നോക്കില്ല, ഞാൻ ഫ്രീ ആണ്. സോ അത് I can see more brilliant faces than beautiful faces. Exactly. And every face has a story. Yes. അതാണ് ഒരു രസം. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ത്യയിൽ ഷോപ്പിംഗ്, അത് പിന്നെ പറയാൻ, ഈവൻ വിൻഡോ ഷോപ്പിംഗ് ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. എക്സാക്ട്ലി. ചേച്ചി വരും ഒരു ദിവസം അനുവിനെയും കൂട്ടി, നമുക്ക് എന്തായാലും ഷോപ്പിംഗ്. ഷുവർ, നമുക്ക് അതെന്തായാലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ശരി, അല്ല ഷോപ്പിംഗ് അത് പിന്നെ പറയണ്ട. ഇപ്പൊ നമുക്ക് 500 രൂപ വെച്ചാലും 50 ലക്ഷം വരെയുള്ള സാധനങ്ങൾ കിട്ടും. അതിന്റെ ഒരു എല്ലാവരും ഇൻക്ലൂസീവ് ആണ്. എത്ര നിങ്ങളുടെ പോക്കറ്റിൽ, പ്രൈസിലല്ലോ, പ്രൈസിലല്ല. ഇറ്റ്സ് റിയലി നൈസ്.